അച്ഛൻ്റെ പേര് ജോണി, മരിച്ച ഭാര്യയുടെ പേര് റെജീന. സാധാരണ മൂന്നല്ല 4 പേര് കാണേണ്ടതാണ്. ഇന്നലെ അവരെ ഓരോ കാരണത്താൽ മാറിയതാ. സംഭവം നടന്ന സമയത്ത് 2 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, അതായത് അമ്മയും അവിടുത്തെ മകനും. അപ്പം അച്ഛന് ഇവിടെ താഴെ ഒരു വീട്ടിൽ ഒരു ചേട്ടന് കൂട്ടുകിടക്കാനായിട്ട് പോയതായിരുന്നു. ആ ചേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂട്ടുകിടക്കാൻ പോയെന്നാണ് പറഞ്ഞു. ഇവർക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഇളയ മകള് ആ മൂത്ത മകളുടെ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. അജിത് ബാബു ആണ് വിവരങ്ങളുമായി ചേർന്നത്. അജിത്ത്, എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വിവരമാണ് കോട്ടയത്ത് നിന്ന് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ ആകെ ദുഃഖത്തിലാക്കിക്കൊണ്ടാണ് ഈ ഒരു മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത്. ആദ്യം മകൻ്റെ മൃതദേഹം കണ്ടെത്തി, ഇപ്പോൾ അമ്മയുടെ കൂടി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ 4 പേരുണ്ടായിരുന്ന ഒരു വീടാണ്. എപ്പോഴും 4 പേരുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ മറ്റുള്ളവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയതുകൊണ്ട് അവർക്കൊക്കെ ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ എന്താണ് നാട്ടുകാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്? ഇക്കാര്യത്തിലൊരു പഠനം നടത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഇവിടുത്തെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത്. കാരണം ഒരു തരത്തിലും ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടായിരുന്ന ഒരു മേഖലയല്ല. നിറച്ചും മരങ്ങൾ ഉൾപ്പെടെയുള്ള, മാത്രമല്ല ഒരു മുമ്പ് അങ്ങനത്തെ ഒരു സൂചനകളും ഉണ്ടായിരുന്ന പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി പഠിക്കണമെന്നുൾപ്പെടെയാണ് നാട്ടുകാർ പറഞ്ഞത്. മാത്രമല്ല ആ പറമ്പിൽ തന്നെ ഇടയ്ക്കൂടി ഓലിയൊക്കെ ഒഴുകുന്ന സ്ഥലമാണ്. അതായത് വെള്ളമൊഴുക്കൊക്കെ ഉണ്ട്, വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളും കുറവാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ആളുകൾ പറയുന്നുണ്ട്. അതാണെങ്കിലും അതിൽ വിശദമായൊരു പഠനം പിന്നീട് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കുടുംബത്തെ സംബന്ധിച്ച് അവരെ വലിയ ദുഃഖമാണ്, ആ നാടിനെ സംബന്ധിച്ചും വലിയ ദുഃഖമാണ്. ആ നഷ്ടപ്പെട്ട ജീവനുകൾ അതിന് നമുക്ക് വെളിയിൽ നിന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. ആ കുടുംബത്തിൻ്റെ വേദന അത് ആർക്കും മനസ്സിലാവുന്നതല്ല. പ്രത്യേകിച്ചും ആ അച്ഛൻ, അദ്ദേഹം ഇന്ന് ആദ്യമായാണ് മറ്റൊരു വീട്ടിൽ കൂട്ടുകിടക്കാനായി പോകുന്നത്. എല്ലാ ദിവസവും അവരുടെ കൂടെയുള്ള ഒപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇതുവരെ ആ സ്ഥലത്തേക്ക് പോലും അദ്ദേഹം വന്നിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ ആ കുടുംബത്തിൻ്റെ ആഴമുള്ള വേദന എത്ര വലുതാണെന്നാണ്. മാത്രമല്ല ഈ മകളും സാധാരണയായി വീട്ടിലുണ്ടാവാറുള്ളതാണ്. ചേച്ചിയുടെ വീട്ടിലേക്ക് പോയ പശ്ചാത്തലമാണ് മകൾക്കും ജീവൻ ഇത്തരത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള കാരണമായത്. അത്തരത്തിൽ ഈ നാടിപ്പോൾ വലിയ വേദനയിലാണ്. ഇവിടുന്ന് പല ഇടങ്ങളിൽ നിന്നായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആളുകളെ പിന്നെയും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണ്ടും വരാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ കണക്കിലെടുത്ത് വലിയ തരത്തിലുള്ള ക്രമീകരണം ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ എത്തിയത് നാട്ടുകാരുൾപ്പെടെയായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരുൾപ്പെടെ ചേർന്നുകൊണ്ടാണ് പിന്നീടാണ് മറ്റ് ഫോഴ്സിലെ ആളുകൾ ഉൾപ്പെടെ എത്തി രക്ഷാപ്രവർത്തനം 3 JCB ഉപയോഗിച്ച് നടത്തിയത്. അതിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾ തന്നെ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരും വലിയ പങ്ക് വഹിച്ചു. പക്ഷേ ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് വലിയ അപകടമാണ്. കാരണം ഈ പ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ചാറുന്നുണ്ട്. അതുകൂടാതെ മുകളിൽ നിന്നുള്ള വെള്ളമൊഴുക്ക് അതും ശക്തമാണ്. ഇടയ്ക്ക് കല്ലുകളൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണക്കിലെടുത്താണ് ഇവിടെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തി ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഉൾപ്പെടെ നിയന്ത്രിച്ചിരിക്കുന്ന പശ്ചാത്തലമുള്ളത്. പോലീസ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മുകളിലേക്ക് പോയ ആളുകൾ ഇപ്പോൾ ഇറങ്ങി വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതാണെങ്കിലും ഈ കോട്ടയത്തെ സംബന്ധിച്ച് 3 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്. അതിൽ ഇവിടെ വലിയ അതിന് പങ്കുവയ്ക്കുന്നു. ഓക്കെ അജിത്, എന്തായാലും കോട്ടയത്ത് നിന്നുമാണ് ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത വരുന്നത് എന്നുള്ളതാണ്. 2 പേരുടെ ജീവൻ നഷ്ടമായി. ഒരു കുടുംബത്തിലെ 2 അമ്മയുടെയും മകന്റെയും ജീവനാണ് നഷ്ടമായത്. അജിത്ത് സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്നതടക്കം ഇനി അന്വേഷണവും പരിശോധനയും ഒക്കെ ആവശ്യമാണ്.